Hello Makkals, welcome to Eduport. Eduportiലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ മക്കൾക്ക് ഞാൻ കുറച്ച് ഷുവർ ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിട്ടുള്ളത്. കിഡിലൻ ക്വസ്റ്റ്യൻസ്. ഈ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് പിന്നെ നിങ്ങൾക്ക് ഒരു മാർക്കും കുറയില്ല. ഷുവർ ഷോട്ട് ഗ്യാരണ്ടി, ഞാൻ ഗ്യാരണ്ടി. എന്നാ നോക്കാം, ഷുവർ ക്വസ്റ്റ്യൻസ് നോക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് കുറച്ച് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പെർഫെക്റ്റാ. നോക്കാം. ഇനി അങ്ങനെ കുറേ വർത്താനം പറഞ്ഞില്ല. അതായത് താഴെ തന്നിട്ടുള്ള ജോഡികളിൽ അടിവരയിട്ടിരിക്കുന്ന പദാർത്ഥങ്ങളിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി എഴുതുക. തെറ്റില്ലെങ്കിൽ തിരുത്തണ്ട കേട്ടോ. തെറ്റുണ്ടെങ്കിൽ എന്നാ നോക്കാം. MJ ശ്രീഡൻ അതാ പോയോ ഇത് പിന്നെ MJ ശ്രീഡനും MJ ശ്രീഡൻ പ്രോകാരിയോട്ട് അത് തെറ്റാണോ ശരിയാണോ? MJ ശ്രീഡൻ പ്രോകാരിയോട്ട് ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെ പ്രോകാരിയോട്ടിന്റെ കേസിൽ നമ്മൾ ഏതെങ്കിലും ശാസ്ത്രജ്ഞന്മാരെ പറയണ്ടോ? അല്ലെങ്കിൽ MJ ശ്രീഡൻ എന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ പ്രോകാരിയോട്ട് പറയണ്ടോ? ഇല്ല. MJ ശ്രീഡൻ ആരാണ്? പ്ലാന്റ് സെല്ല് കണ്ടുപിടിച്ച ചങ്ങായാണ് ആര്? MJ ശ്രീഡൻ. അല്ലെങ്കിൽ സസ്യകോശം കണ്ടുപിടിച്ച ആളാണ് ആര്? MJ ശ്രീഡൻ. അപ്പൊ പ്രോകാരിയോട്ട് ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ തെറ്റുണ്ട്. അപ്പൊ നമ്മൾ തിരുത്തി എഴുതണം. തിരുത്തി എഴുതി. പ്ലാന്റ് സെല്ല് അല്ലെങ്കിൽ സസ്യകോശം കണ്ടെത്തിയതാണ് ആര്? MJ ശ്രീഡൻ. ഓക്കെ, അപ്പൊ അത് ശരി. അപ്പൊ നമുക്ക് ഒരു മാർക്ക് കിട്ടിട്ടോ. ഇനി അടുത്തത് നോക്കാം. റുഡോൾഫ് വിർച്ചോ സസ്യകോശം ശരിയാണോ തെറ്റാണോ? തെറ്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ. സസ്യകോശം കണ്ടെത്തിയത് ആരാ? MJ ശ്രീഡൻ. പിന്നെ എങ്ങനെ റുഡോൾഫ് വിർച്ചോ സസ്യകോശം ആണോ? റുഡോൾഫ് വിർച്ചോ അതല്ല കണ്ടെത്തിയത്. റുഡോൾഫ് വിർച്ചോ കണ്ടെത്തിയത് എന്താണ്? ഒരു പുതിയൊരു കോശം ഉണ്ടാവുന്നത് പഴയൊരു കോശത്തിൽ നിന്നാണ്. എ ന്യൂ സെൽ ഈസ് അറൈസിങ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽ. അതാണ് ഇവിടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പൊ ഇതും തെറ്റുണ്ട്. അപ്പൊ അതും നമ്മൾ തിരുത്തി കൊടുക്കാം. അപ്പൊ 2 മാർക്ക്. ഇനി അടുത്തത് റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് ശരിയാണോ? റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് ശരിയാണോ? കോശം കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ഹുക്ക്. ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാണ്? റോബർട്ട് ബ്രൗണ്. അപ്പൊ ഇത് ശരിയാണോ? ശരിയാണ്. എന്നാ ഞാൻ അടുത്തത് നോക്കാം. അപ്പൊ ഇത് ശരിയാണ്. അപ്പൊ ഇത് തെറ്റുണ്ട്, തിരുത്തി എഴുതൊന്നും വേണ്ട. ഇനി തിയോഡർ ഷോൻ ജന്തുകോശം അത് ശരിയാണോ? അതെന്തായാലും ശരിയാണ്. ഞാൻ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തന്നിരുന്നു. ജന്തു ഷോൻ അനിമൽ സെല്ല് കണ്ടെത്തിയത് തിയോഡർ ഷോൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു തന്നിരുന്നു. അപ്പൊ അതും ശരിയാണ്, തെറ്റില്ല, തിരുത്തി എഴുതണ്ട. അപ്പൊ ഇവിടെ നമുക്ക് 2 മാർക്ക് കിട്ടി. കിടിലൻ. അപ്പൊ 2 മാർക്ക് മാത്രമല്ല കേട്ടോ, നമ്മൾ 4 പഠിച്ചു എന്നാണ് അതിന്റെ ഏറ്റവും വലിയ രസം. തിയോഡർ ഷോൻ ജന്തുകോശം അത് ശരിയാണ്. അപ്പൊ അത് നമ്മൾ പഠിച്ചു. റോബർട്ട് ബ്രൗൺ ന്യൂക്ലിയസ് അപ്പൊ അതും നമ്മൾ പഠിച്ചു. പിന്നെ അവിടെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു റോബർട്ട് ഹുക്കാണ് എന്ത് കോശം കണ്ടെത്തിയത്, സെല്ല് കണ്ടെത്തിയത്. അപ്പൊ അത് നമ്മൾ പഠിച്ചു. അപ്പൊ എന്ത് ചെയ്തു? 5 ശാസ്ത്രജ്ഞന്മാരും ഒരു കണ്ടെത്തിയത് നമ്മളിപ്പോ പഠിച്ചു. ഓക്കെ. എന്നാ അടുത്തത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഇവിടെ ബോക്സിൽ നൽകിയിരിക്കുന്ന വസ്തുക്കളിൽ നിന്നും അനുയോജ്യമായ 3 ജോഡികൾ പെയറുകളെ കപ്പിൾസിനെ തിരഞ്ഞെടുക്കുക. അല്ലെങ്കിൽ ഐഡന്റിഫൈ ആൻഡ് റേറ്റ് 3 മാച്ചിങ് പെയേഴ്സ്. 3 മാച്ചിങ് പെയേഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? തിരഞ്ഞെടുക്കണം. ഓക്കെ, ഫ്രം ദ ഫാക്ട്സ്. താഴെ പറയുന്ന ഫാക്ട് അല്ലെങ്കിൽ ഈ ബോക്സിൽ നിന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ തന്നിരിക്കണം. ഗോൾജി കോംപ്ലക്സ് രാസാഗ്നികൾ അല്ലെങ്കിൽ ഗോൾജി കോംപ്ലക്സ് എൻസൈംസ്. എന്താ ഉദ്ദേശിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞു തന്നിരുന്നു. അതായത് ഗോൾജി കോംപ്ലക്സിന്റെ പണി എന്താണെന്ന് വെച്ചാൽ ഓൻ എന്ത് ചെയ്യുന്ന അറിയോ? ഓന് കുറേ സാധനങ്ങൾ കളക്ട് ചെയ്യും. എന്തൊക്കെയാണ് കളക്ട് ചെയ്യണത്? ഹോർമോൺസ് കളക്ട് ചെയ്യും, എൻസൈംസ് കളക്ട് ചെയ്യും, മ്യൂക്കസ് കളക്ട് ചെയ്യും. ഹോർമോൺസ് കളക്ട് ചെയ്യും, എൻസൈംസ് കളക്ട് ചെയ്യും, മ്യൂക്കസ് കളക്ട് ചെയ്യും. എൻസൈംസ് രാസാഗ്നികൾ, ഹോർമോൺസ്, രാസാഗ്നികൾ, ശ്ലേഷ്മം അത് കളക്ട് ചെയ്യും. ആര്? ഗോൾജി കോംപ്ലക്സ്. അപ്പൊ ഇത് ശരിയല്ലേ? അത് ഒരു തന്നിക്കണു. അപ്പൊ അതേപോലത്തെ 3 പെയറുകൾ, അതായത് ഇതിന്റെ ധർമ്മങ്ങളും അതേപോലെ കോശാംഗങ്ങളും ഫങ്ഷൻസും സെൽ ഓർഗനും കറക്റ്റ് മാച്ച് ആവുന്നത് കണ്ടെത്താനാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ആണ്. നോക്കാം. ഊർജ സംഭരണം അല്ലെങ്കിൽ സ്റ്റോറേജ് ഓഫ് എനർജി ഊർജം നിർമ്മിക്കുന്നതും അത് സ്റ്റോർ ചെയ്യുന്നതും ആരാ? ഞാൻ കുറെ വട്ടം ആവർത്തിച്ച് പറഞ്ഞതാണ്. അതാരാണ്? മൈറ്റോകോൺട്രിയ. അപ്പൊ ഇതിൽ മൈറ്റോകോൺട്രിയ ഉണ്ടോ നോക്കാം. മൈറ്റോകോൺട്രിയ. അപ്പൊ ഇവരാണ് ഒരു കപ്പിൾസ്. ഓക്കെ, മൈറ്റോകോൺട്രിയ ഇവരാണ് ഒരു കപ്പിൾസ്. അപ്പൊ ഒരു കപ്പിൾസിനെ കിട്ടിയില്ലേ? ഇനി അടുത്ത കപ്പിൾസിനെ നോക്കാം. ഫേനം. അതിന്റെ ഇംഗ്ലീഷ് എന്താണ്? വാക്യൂൾ. ഫേനം ഞാൻ പറഞ്ഞിരുന്നു. ഒരു കോശത്തിന്റെ ഉള്ളിൽ ഒഴിഞ്ഞു കിടക്കുന്ന വലിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതാണ് ഫേനം. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ കാര്യം സാധിക്കുക എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ കാര്യം സാധിക്കുന്ന സ്ഥലം അതാണ് ഫേനം അല്ലെങ്കിൽ വാക്യൂൾ. ഇവിടെ കാര്യം സാധിക്കണായിട്ട് എന്തെങ്കിലും ടൈം റിലേറ്റ് ചെയ്തിട്ടുണ്ടോ നോക്കാം. വിസർജ്യ വസ്തുക്കളുടെ സംഭരണം അതാരാണ്? ഫേനം. അപ്പൊ പേരിനെ കിട്ടിയില്ലേ? ഇനി നോക്കാം. ഇവിടെ എക്സ്ക്രീറ്ററി മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുക, അതന്നെയാണ് ഇത് വാക്യൂൾ. അപ്പൊ ഓലൊരു പെയർ. ഇപ്പൊ നമുക്ക് 2 മാർക്കായിട്ടോ മക്കളെ. ഇനി വേറെ ആരെങ്കിലും പേരുണ്ടോ? ഇനിയിപ്പോ ബാക്കിയുള്ളത് അപരനെ ഉള്ളൂ. പദാർത്ഥ സംവഹനം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ് ഞാൻ പറഞ്ഞിരുന്നു. കോശത്തിന്റെ ഉള്ളിലുള്ള സഞ്ചാരപാത എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലമാണ്. അതുകൊണ്ട് പദാർത്ഥങ്ങളെ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ഇങ്ങനെ സംവഹിക്കാൻ, കണ്ടക്ഷൻ ചെയ്യാൻ ആര് സഹായിക്കും? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം സഹായിക്കും. കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആൻഡ് എന്താണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അപ്പോൾ
ഈ 4 പേരിനും കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് പറയും? 3 മാർക്ക് കിട്ടി. ഒരു പേർ ഓല് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിന്റെയും ഫംഗ്ഷൻസ് കൃത്യമായിട്ട് പഠിക്കണം. ഇനി ഇതിൽ വിട്ടുപോയിട്ടുള്ളത് റൈബോസോം ആണ്. റൈബോസോമിന്റെ ഫംഗ്ഷൻ പ്രോട്ടീൻ സിന്തസിസ് ആണ്, അല്ലെങ്കിൽ മാംസ നിർമ്മാണമാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത് നോക്കാം. കിടിലൻ ചോദ്യം. ഇതാ ഈ ചിത്രത്തിൽ ഇതൊരു കോശത്തിന്റെ ചിത്രം. ഇത് പ്ലാൻ സെല്ലാണോ അതോ ആനിമൽ സെല്ലാണോ? അതെന്ന് പറയുന്നതാണ് പ്ലാൻ സെൽ. അതന്നെ. കാരണം ഇതിന് എന്തുണ്ട്? കോശഭിത്തിയുണ്ട്, സെൽവാളുണ്ട്. സസ്യകോശത്തിന് മാത്രമേ സെൽവാളുള്ളൂ. ജന്തു കോശത്തിന് സെൽവാളുണ്ടോ? ഇല്ല. ഇനി ചോദിച്ചണ്ട, ഇനി വരി. അപ്പൊ കേട്ടോളി. ഇതാ അല്ല, ഇപ്പൊ ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞെടുത്തിനു, ഒരു കോശത്തിന്റെ ഉള്ളിൽ ഒഴിഞ്ഞു കിടക്കുന്ന വലിയൊരു സ്ഥലം ഉണ്ടെങ്കിൽ അതാരാണ്? ഫേനം. അപ്പൊ ബി എന്താ കിട്ടി? ഫേനം കിട്ടി. ബി ഫേനം. ഫേനത്തിന്റെ ഇംഗ്ലീഷ് എന്താണ്? വാക്യൂൾ. അപ്പൊ അതിന്റെ ഉത്തരം കിട്ടി. ഇതാ ചിത്രം നിരീക്ഷിച്ച് എ ബി എന്നീ ഭാഗങ്ങളുടെ പേര് എഴുതുക. ഓക്കെ, അതിന്റെ റേറ്റ് ദർ ഫംഗ്ഷൻസ് എഴുതണം. ഓക്കെ, അപ്പൊ ഫാനത്തിന്റെ ഫംഗ്ഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. എന്താണ്? എക്സ്ക്രീറ്ററി മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യുക, വിസർജ്യ വസ്തുക്കൾ സ്റ്റോർ ചെയ്യുക. പിന്നെ വിസർജ്യ വസ്തുക്കൾ മാത്രമാണോ സ്റ്റോർ ചെയ്യണത്? അല്ല, ജലം സ്റ്റോർ ചെയ്യും, വാട്ടർ സ്റ്റോർ ചെയ്യും, ലവണങ്ങൾ സ്റ്റോർ ചെയ്യും, സാൾട്ട് സ്റ്റോർ ചെയ്യും. ജലം, ലവണങ്ങൾ, സാൾട്ട് ആൻഡ് വാട്ടറും കൂടി സ്റ്റോർ ചെയ്യുന്ന അർത്ഥം. ഓക്കെ, അപ്പൊ അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ ഇതാ ഇവൻ ആര്? എ ആരാണ്? കോശത്തിന്റെ ഉള്ളിൽ ഇതാ ചപ്പ് ചവർ പോലെ എല്ലായിടത്തും കാണപ്പെടുന്ന ഈ വര സാധനം അതാരാണ്? ചീസ് പോലത്തെ ആ സാധനം ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അപ്പൊ ഇവൻ ആരാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അതിവിടെ എഴുതി കൊടുക്കണം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, തൽക്കാലം ഞാൻ അങ്ങനെ ഇടാം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. EPR നെട്ടച്ചക്കണം കേട്ടോ. ഓക്കെ, ഇനി അതിന്റെ ഫംഗ്ഷൻ എന്താ ചോദിച്ചു? അതാണ് ഇതാ റൈറ്റ് ദർ ഫംഗ്ഷൻസ്. അതിന്റെ ധർമ്മ എഴുതണം. അവിടെ പോയി ധർമ്മം എഴുതണം. അപ്പോൾ അതിന്റെ ധർമ്മം എന്താ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ധർമ്മം എന്താ? ഇപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞിരുന്നു, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ധർമ്മം പദാർത്ഥ സംവഹനം അല്ലെങ്കിൽ കണ്ടക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ആണ്. ആര് മക്കളെ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അപ്പൊ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇനി ഇതിൽ വേറെ ആരെങ്കിലും അടയാളപ്പെടുത്താൻ പറഞ്ഞ ഓരിങ്ങൾ അടയാളപ്പെടുത്തും. ഇതാ ഈ ചെരുപ്പ് പോലെ അല്ലെങ്കിൽ ബർഗർ പോലെ കാണപ്പെടുന്ന ഈ ചങ്ങായാണ് ആര്? മൈറ്റോകോൺഡ്രിയ. ആരാണ്? മൈറ്റോകോൺഡ്രിയന്റെ പണി എന്താ? പവർ ഹൗസ് ഓഫ് ദ സെൽ, കോശത്തിലെ ഊർജ്ജ നിലയം. അപ്പൊ ഇതൊക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഇതില് പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞാൽ ഇതാ ലാസ്റ്റത്തെ ഈ ഭാഗം. പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കും. 100% ഗ്യാരണ്ടി. വെരി ഷുവർ ഷോട്ട് ഗ്യാരണ്ടി ക്വസ്റ്റ്യൻ ആണ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് ഒരു 3 മാർക്ക്. 3 മാർക്കിന്റെ ചോദ്യം. ഇതാ ഇവിടെ ഒരു 3 കണ്ടോ? ഈ 3 വെറുതെ ടച്ചല്ല, അത് ഇതിന്റെ മാർക്കാണ്. ഓക്കെ, എന്നാ കണ്ടോളി. അനിമൽ സെല്ല്, പ്ലാന്റ് സെല്ല്. അനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്ന കോശങ്ങൾ ഏത്? പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന കോശങ്ങളല്ല, കോശ അംഗങ്ങൾ അല്ലെങ്കിൽ സെൽ ഓർഗനൽസ്. ഓക്കെ, സെൽ ഓർഗനൽസ്. പിന്നെ രണ്ടിലും കൂടി കോമൺ ആയിട്ട് കാണപ്പെടുന്നത് ഏത്? അത് നമുക്ക് എഴുതി കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. അനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്ന ഒരു സെൽ ഓർഗൻ ആണ് സെൻട്രോസോം. എന്താ പേര്? സെൻട്രോസോം. അത് ഒരു തന്നുകൂടി നമുക്ക്. ഇനി ഒന്നും കൂടി അങ്ങനത്തെ ഉണ്ട്, അത് നമ്മളോട് എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. അതേതാ? ലൈസോസോം. എന്താ പേര്? ലൈസോസോം. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, അനിമൽ സെല്ലിൽ മാത്രം കാണപ്പെടുന്ന 2 സെൽ ഓർഗനൽ ഉണ്ട്. രണ്ടും സോമാണ്. സോമിയല്ല, സോം. ഒന്ന് സെൻട്രോസോം, അപ്പൊ രണ്ടാമത്തെ എന്താണ്? ലൈസോസോം. മലയാളികൾ ലൈസോസോം. ഓക്കെ, ഇനി അതേപോലെ പ്ലാന്റ് സെല്ലിൽ മാത്രം കാണപ്പെടുന്ന 3 ആളുകളുണ്ട്. എത്ര ആളുകളുണ്ട്? 3 ആളുകളുണ്ട്. ഏതൊക്കെയെന്നല്ലേ? ഒന്നാമത്തെ ആൾ ഇവിടെ തന്നിരിക്കുന്നു, വാക്യൂൾ. അതിന്റെ മലയാളം എന്താണ്? ഫേനം. ഇനി 2 ആളും കൂടി അങ്ങനെ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ആള് പണി. ഇനി രണ്ടാമത്തെ ആള് പ്ലാസ്റ്റിഡ്സ്. എന്താണ്? പ്ലാസ്റ്റിഡ്സിന്റെ മലയാളം എന്താണ്? ജൈവ കണങ്ങൾ. എന്താ പേര്? ജൈവ കണങ്ങൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിഡ്സ് 3 ടൈപ്പ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? ഹരിതകണം, വർണ്ണകണം, ശ്വേതകണം പറഞ്ഞിരുന്നു. പിന്നെ ക്രോമോപ്ലാസ്റ്റ്, ക്ലോറോപ്ലാസ്റ്റ്, ലൂക്കോപ്ലാസ്റ്റ്. അതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ. പിന്നെ ഒരാളും കൂടി പ്ലാന്റ് സെല്ലിന് മാത്രം അവകാശപ്പെട്ട ഒരാളും കൂടി ഉണ്ട്. അവിടെ ചോദിച്ചിട്ടില്ല, എന്നാലും നമുക്ക് വെറുതെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. സെൽവാള് അല്ലെങ്കിൽ കോശഭിത്തി കേട്ടോ മക്കളെ. അത് പ്ലാന്റ് സെല്ലിന് മാത്രമേ ഉള്ളൂ, അത് അനിമൽ സെല്ലിന് ഇല്ല. ഓക്കെ, ഇനി ഇതാ BCDE അത് പൂരിപ്പിക്കണം. BCDE എന്ന് വെച്ചാൽ എന്താണ്? അനിമൽ സെല്ലിലും പ്ലാന്റ് സെല്ലിലും കോമൺ ആയിട്ടുള്ള ആളുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ആണ്. അനിമൽ സെല്ലിൽ മാത്രമുള്ളത് സെൻട്രോസോമോ ലൈസോസോമോ. പ്ലാന്റ് സെല്ലിൽ മാത്രമുള്ളത് വാക്യൂളും പ്ലാസ്റ്റിഡും അല്ലെങ്കിൽ ഫാനും ജൈവകണം. ഓക്കെ, ഇനി രണ്ടിലും കൂടി കോമൺ ഉള്ളത് ഇഷ്ടം പോലെ ഉണ്ട്. വേണമെങ്കിൽ നമുക്കൊന്ന് എഴുതി വെക്കാം. ആദ്യത്തെ ആള് മൈറ്റോകോൺഡ്രിയ. M ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം.
പ്ലാസ്മിക് റെറ്റിക്കുലം EPR ഇട്ടിച്ചിക്കണ്. പിന്നെ ആരാണ് ഗോൾജി കോംപ്ലക്സ് GC ഗോൾജി കോംപ്ലക്സ്. പിന്നെ ആരാളുള്ളത് റൈബോസോം മതി ഇത്ര ആൾക്കാർ മതി റൈബോസോം. അപ്പൊ കിട്ടില്ല. പിന്നെ ന്യൂക്ലിയസ്, അത് അനിമൽ സെല്ലിലുണ്ട് പ്ലാന്റ് സെല്ലിലുണ്ട്, സിമ്പിൾ ആണ്. അപ്പൊ നമുക്ക് അറിയണമൊക്കെ എഴുതിയേക്കാം. മൈറ്റോകോൺട്രിയ ഇവിടെ പൂരിപ്പിക്കണം കേട്ടോ. മൈറ്റോകോൺട്രിയ, പിന്നെന്താണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം EPR, പിന്നെ ആരാണ് ഗോൾജി കോംപ്ലക്സ്. ഓക്കെ, പിന്നെ ആരാണുള്ളത് റൈബോസോം. ഓക്കെ. അപ്പൊ ഞാനിപ്പോ നിങ്ങൾക്ക് 4-5 ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുത്തുന്നു. ഇങ്ങനത്തെ കുറച്ച് വേണമെങ്കിൽ 2-3 ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എവിടെയൊക്കെ നമ്മൾ ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് നോക്കാം. പിന്നെ ലൈവ് ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ടാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഈ പാഠം ക്ലിയർ ആവും, കിടിലനാവും, അടിപൊളിയാവും. പിന്നെ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് നിങ്ങൾ 4 പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പാ ഞാൻ ഗ്യാരണ്ടി തരുന്നു, നിങ്ങൾക്ക് എന്തായാലും അത്യാവശ്യം മാർക്ക് കിട്ടും. ഞാൻ ഗ്യാരണ്ടി. ഓക്കെ, അപ്പോ ഇതുപോലത്തെ അടിപൊളി കിടിലൻ വീഡിയോകളുമായിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ, സൈനിങ് ഓഫ്.